ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം ഒന്ന് പഴം നല്ല അപ്പം അതിലുള്ള ആ കറുപ്പൊക്കെ അപ്പം നമ്മളുടെ ഇടിയപ്പം എടുക്കാം. ഹലോ ആൾ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇടിയപ്പമാണ്. നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തേങ്ങാപ്പാലും പഞ്ചസാരയും മാത്രം മതി. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഞാൻ ഓൾറെഡി കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ആദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരണേ. അപ്പം ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം ഒന്ന് പഴം നല്ല പഴുത്ത പഴമായിരിക്കും എടുക്കേണ്ടത്. പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഈ കോക്കനട്ട് സ്ക്രേപ്പർ ഞാനിപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 മാസമായി. ഇപ്പോൾ ഇത് എനിക്കുള്ളതുകൊണ്ട് ഈസി ആയിട്ട് തേങ്ങ തിരുമാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് ബിമാക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഇവർ അസംബിൾ ചെയ്ത് കൊടുക്കുന്നതാണ്. 2 വർഷത്തെ വാറൻറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലൊക്കെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക അതിൻ്റെ വർക്കൊക്കെ ചെയ്ത് തരും. നല്ലതാണ് കേട്ടോ ഈ ഒരു മോട്ടർ, എന്താ പറയുക കോക്കനട്ട് സ്ക്രേപ്പർ. അപ്പം വേണമെന്നുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊറിയർ ചെയ്ത് തരും. അല്ലെങ്കിൽ ആമസോണിലൂടെയും വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറേ നാളായിട്ട് ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പഴം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാലാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നേന്ത്രപ്പഴം കഴിക്കാൻ ഭയങ്കര പാടാണ്, അവർ കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, അവരുടെ വയറ്റിലേക്ക് നേന്ത്രപ്പഴവും പോവും, എന്താ പറയുക വിശപ്പ് മാറും. ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് കുറച്ച് ചൂടുണ്ടായിക്കോട്ടെ. നമ്മൾ ചൂടോട് കൂടിയാണല്ലോ മാവ് കുഴയ്ക്കുന്നത്, അപ്പോൾ ഇതിന് കുറച്ച് ചൂടുണ്ടായിക്കോട്ടെ. അപ്പോൾ ഇത് നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ഇതിൽ ഒട്ടും തന്നെ കട്ട ഉണ്ടാവാൻ പാടില്ല കേട്ടോ. കട്ട ഉണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതെ ഇതുപോലെ, അല്ലെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുത്താലും മതിയായിരിക്കും. ഞാനിവിടെ 2 കപ്പ് മാവാണ് എടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ അരച്ചെടുത്ത ഈ പഴം കട്ടയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്നതിന് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിതൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്, എന്നാലേ ഇത്ര സ്മൂത്തായിട്ട് കിട്ടുകയുള്ളൂ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കും. അപ്പോൾ അതിലുള്ള ആ കറുപ്പൊക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ. ഒരു കപ്പ് മാവാണ് എടുക്കുന്നതെങ്കിൽ 1 നേന്ത്രപ്പഴം മതിയേ. എല്ലാ പഴം ചേർത്തും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു പഴവും, പിന്നെ നിങ്ങൾക്കറിയാമായിരിക്കും ഒരു ചുമന്ന കദളിപ്പഴം കിട്ടും. എല്ലാ നാട്ടിലും കിട്ടുമോയെന്ന് അറിയത്തില്ല, ഇവിടെ അത് സുലഭമാണ് കേട്ടോ. അപ്പം അത് വെച്ചിട്ടും അതും ഇതുപോലെ പുഴുങ്ങിയെടുക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതൊക്കെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അദ്ദേഹം നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലായിരുന്നു, എന്നാലും എനിക്കൊരു പേടിയാണ്. ഇതിലേക്ക് നമുക്കിനി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ സ്ഥിരം ഒഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ നോക്കി വേണം ഒഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും 2 കപ്പ് വെള്ളം കുറച്ച് കൂടുതൽ ചേർക്കലുണ്ട്. അപ്പോൾ നമ്മളിവിടെ പഴം അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് വെള്ളം കുറച്ച് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിനി ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് കൈ കൊണ്ട് ഞെരടിയെടുക്കാം. ഇനി നമുക്കിതിനെ ഇതുപോലെ ഉരുളകളാക്കാം കേട്ടോ. ഉരുളയല്ല, ഇതുപോലെ മാവ് എടുത്തിട്ട് ഞാൻ ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിതുപോലെ കുറച്ച് തേങ്ങ വിതറി കൊടുക്കലുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻ കാണുകയാണെങ്കിൽ ചെയ്താൽ മതി. ഇതുപോലെ എല്ലാം പിഴിഞ്ഞെടുക്കാം കേട്ടോ.
10 മിനിറ്റ് മതിയായിരിക്കും ഇത് വെന്ത് കിട്ടാനായി. അപ്പം നമ്മളുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം മാറ്റി വെക്കാം കേട്ടോ. ഞാൻ അടുത്ത ട്രിപ്പും ഉണ്ടാക്കിയാണ്. അടുത്ത ട്രിപ്പ് ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെ, നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കഴിക്കാനായിട്ട് തേങ്ങാപ്പാലാണ് ബെസ്റ്റ് കേട്ടോ. തേങ്ങാപ്പാലും പഞ്ചസാരയുമാണ് ഇതിന് ഏറ്റവും നല്ലത്. ഓക്കെ, ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇടിയപ്പം കഴിക്കാം. ഒരു ഇടിയപ്പം എടുക്കാം, പഞ്ചസാര ഇട്ട് കൊടുത്ത് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതാണ് ഇടിയപ്പവും തേങ്ങാപ്പാലും പഞ്ചസാരയും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇനി പഴത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കണ്ടില്ല, സൂപ്പർ ടേസ്റ്റാണ്. വെറൈറ്റിയാണ്, ഹെൽത്തിയാണ്. രാവിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.